ടി ജി, ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധം അമേരിക്കയുടെ ഒത്താശയോടുകൂടി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഈ ആഗോള രാഷ്ട്രീയം, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സ് ഫോളോ ചെയ്തവരുടെ മനസ്സിലുള്ള ആദ്യത്തെ ചോദ്യം, ഏത് ഘട്ടത്തിലാണ് ഈ യുദ്ധം തുടങ്ങുന്നത്? ഇസ്രായേൽ പലസ്തീൻ ആയിരുന്നല്ലോ ഇഷ്യൂ. ആ ഇഷ്യൂവിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും വെടിനിർത്തലിന് ശേഷം അവിടെ സമ്പൂർണമായ സമാധാനം വരുത്താനുള്ള അമേരിക്കൻ കാർമ്മികത്വത്തിലുള്ള ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സിനെ അങ്ങോട്ട് അയക്കാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്ത നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഈ എടുത്തുചാട്ടം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ടത് ഒരു അജണ്ട ഫിനിഷ് ചെയ്തിട്ടായിരിക്കണം അടുത്ത അജണ്ടയിലേക്ക് കടന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇനിയൊരു സമാധാന പാലന സേനയുടെ പോലും ആവശ്യമില്ലാത്ത വിധം പലസ്തീൻ ഉപഭൂഖണ്ഡത്തിനകത്ത് ഇനിയൊരു ഇസ്രായേലിനോട് ഏറ്റുമുട്ടാവുന്ന വിധത്തിൽ ഒരു പലസ്തീൻ പോലും ഇല്ലാത്ത വിധം ആ ഇഷ്യൂ, ജോർഡാൻ റിവർ ഒരു അതിർത്തി പോലും ആകാത്ത വിധത്തിൽ ആ ഇഷ്യൂ തീർന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ എന്നല്ലേ നമ്മളിപ്പോൾ വായിക്കേണ്ടത്? അതല്ലെങ്കിൽ ആ ഇഷ്യൂവിൽ ഇടക്ക് വെച്ച് നിർത്തിയിട്ട് ഒരു കൊടിയ യുദ്ധത്തിലേക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും ആ ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഇറാനോട് ഇസ്രായേലിന് പകയുണ്ടാകുന്നത്. അമേരിക്കക്ക് പകയുണ്ടാകുന്നതിന് ഇന്ധനമുണ്ട്, ആഗോള കച്ചവടമുണ്ട്, ആണവായുധമുണ്ട്, അവർക്ക് അവരുടെ ന്യായങ്ങളുണ്ട്. അപ്പോൾ ഇസ്രായേൽ നേരിട്ട് ഇപ്പോൾ ഇറാനെ ആക്രമിച്ചതിൻ്റെ ഒരു മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിൽ നമ്മൾ വായിക്കേണ്ടത് പലസ്തീൻ ഈസ് നോ മോർ എന്നാണോ? പലസ്തീൻ നോ മോർ അല്ല, അത് ഒരു ഘട്ടം കഴിഞ്ഞു. ഈ ഹമാസ് ഏകദേശം അപ്രസക്തമായി ഗസയിൽ, നാമാവശേഷമാക്കി. ഹമാസാണ് ഇതിൻ്റെ കുന്തമുനയായിട്ട് നിന്നത്. മറ്റേ പാലസ്തീൻ പാർട്ടി എന്ന് പറയുന്ന ഫത്താ പാർട്ടി അവരത്ര വയലൻ്റ് ഒന്നുമല്ല. അവർ വെസ്റ്റ് ബാങ്കിൽ സമാധാനമാണ്. ഇപ്പോൾ സമാധാനമാണ്. അവരത്ര വയലൻ്റ് അല്ല, അത്ര സമാധാന പ്രേമികളൊന്നുമല്ല. തക്കം കിട്ടിയാൽ അവരടിക്കുകയൊക്കെ ചെയ്യും. എന്നാലും ഹമാസ് പോലെയല്ല. അപ്പോൾ ഹമാസ് ഏകദേശം തകർന്നു. അവിടെ ട്രംപിൻ്റെ ബോർഡ് ഓഫ് പീസ് വന്നു. അവർ കാര്യങ്ങൾ നോക്കാം, ഹമാസിനെ നിരായുധീകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം സമാധാനമായി. ബട്ട് ഇസ്രായേൽ എന്നും പറഞ്ഞിരുന്നത് ഇറാനാണ് ഈ കുഴപ്പങ്ങളുടെ എല്ലാം മൂലകാരണം. അത് കഴിഞ്ഞ തവണ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കുമ്പോൾ ഈ നെതന്യാഹു ഒരു മാപ്പ് തന്നെ കൊണ്ടുവന്നിരുന്നു. ഭീകരവാദത്തിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞു. അതിൽ ചുവപ്പടയാളത്തിൽ ഇറാൻ അടയാളപ്പെടുത്തിയിട്ട് അത് കാണിച്ചു. ഇത് നശിക്കാതെ ലോകത്തിന് നിലനിൽപ്പില്ല. അതായിരുന്നു നെതന്യാഹുവിൻ്റെ വാദം. നെതന്യാഹു അത് പറയാൻ കാര്യമുണ്ട്. കാരണം ഖമനൈ എന്നും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക. ഈ ഡെത്ത് ടു അമേരിക്ക അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. കാരണം ഇറാൻ വിചാരിച്ചാൽ അമേരിക്കയെ ഒരു ചുക്കും ചെയ്യാനൊന്നും പറ്റില്ല, അവർക്കറിയാം. ആ ആത്മവിശ്വാസത്തിൽ അവർ കഴിഞ്ഞു. ഇസ്രായേലിന് അങ്ങനെയല്ല. ഇസ്രായേലിൽ നിന്ന് ഒരു 1000 കിലോമീറ്ററാണ് ഇറാനിലേക്ക്, വളരെ ദൂരം. അപ്പോൾ അത് കവർ ചെയ്യാൻ വലിയ പ്രശ്നമൊന്നുമല്ല. അതുകൊണ്ട് ഇവർ ആണവായുധം ഉണ്ടാക്കുമ്പോൾ ഇസ്രായേലിനാണ് പേടി. എന്നാൽ ഇപ്പം നമ്മളും ആണവായുധം ഉണ്ടാക്കിയില്ലേ, നമ്മളെ ആരും പേടിച്ചില്ലല്ലോ. അതെ. അപ്പോൾ ഈ റെസ്പോൺസിബിൾ ആൾക്കാർ ഇത് ചെയ്ത് നമുക്കെതിരെയും ഉപരോധമൊക്കെ ഏർപ്പെടുത്തിയാന്ന്. പക്ഷേ ആ ഉപരോധം മാസങ്ങൾ കൊണ്ട് തന്നെ ഇല്ലാതെയായി. അതെ. ഫ്രാൻസ് പറഞ്ഞതിലൊന്നും അർത്ഥമൊന്നുമില്ല, ഇന്ത്യക്ക് ഒരു ആറ്റം ബോംബ് ഉണ്ടെങ്കിൽ എന്താ എന്ന് ആദ്യം ഫ്രാൻസാണ് പറഞ്ഞത്. അപ്പോൾ ഇംഗ്ലണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്കിത് ഇന്നലെ തന്നെ തോന്നി, ഞാൻ പിന്നെ പറഞ്ഞിട്ട് എല്ലാവരും പടപടയെന്ന് പറഞ്ഞിട്ട് അമേരിക്ക ഒന്നും പറയാതെ തന്നെ ഉപരോധം പിൻവലിച്ചു. പ്രത്യേകിച്ചൊരു കാരണമൊന്നും പറഞ്ഞില്ല, അങ്ങ് പോയി. പക്ഷേ ഈ ഇറാൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. മറ്റുള്ളവർക്ക് ഇത് വേണ്ടാന്ന് വയ്ക്കും, ഇസ്രായേലിന് അത് പറ്റില്ല. കാരണം ഇറാൻ പ്രഖ്യാപിച്ചു, നിൻ്റെ തലയിലിടാനാണ് ഞാൻ ബോംബ് ഉണ്ടാക്കുന്നത്, ഡെത്ത് ടു ഇസ്രായേൽ. ഓരോ സ്റ്റേജിലും ഖമനൈ പറഞ്ഞു, വെച്ചിട്ടുണ്ടാ നിനക്ക് ഒരു 6 മാസം കൂടെ, ഞാനിതൊന്നും ഉണ്ടാക്കിയിട്ട് നിന്നെ കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഉറക്കം നഷ്ടപ്പോൾ അയാൾ വെറുതെ ഇരിക്കുമോ? നിങ്ങൾ ബോംബ് ഉണ്ടാക്കണമെങ്കിൽ ബോംബ് ഉണ്ടാക്കിയാൽ പോരെ. ഞാൻ ഈ കത്തി രാഗിയിട്ട് ഞാൻ സാറിനോട് പറയണം, സാറിനെ കുത്താനാണ് ഞാൻ ഇതൊന്നും ശരിയാക്കട്ടെ ഞാൻ പറയുമ്പോൾ സാറ് പേടിക്കും.
അതല്ലെങ്കിൽ മോഹൻദാസ് ഒരു കത്തി ഉണ്ടാക്കുന്നു, എനിക്കെന്താന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ പക്ഷം പോകും. ഇത് സാറിനെ ലക്ഷ്യം വെച്ചാണ് ഞാൻ കത്തി ഉണ്ടാക്കുന്നത്, സാർക്കുമായിരിക്കും സ്വന്തം സുരക്ഷ നോക്കണ്ടേ. ഇതാണ് ഇസ്രായേലിന് സംഭവിച്ചത്. അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഈ വാർ ടി ജി പറഞ്ഞു വരുന്നത് പലസ്തീൻ ഇഷ്യൂവിൻ്റെ ഒരു ഫിനിഷിംഗ് ആണ്. അതെ അതെ, പലസ്തീൻ ഇഷ്യൂവിൻ്റെ അടുത്ത സ്റ്റെപ്പാണിത്. ഓ, പലസ്തീൻ ഫിനിഷ് ചെയ്തിട്ട് ഇറാനെ ഫിനിഷ് ചെയ്യുക. പലസ്തീൻ സാറ് ഈ നിർത്താനൊക്കെ പറയുമ്പോഴും പാലസ്തീൻ എന്ന് പറഞ്ഞിട്ട് കുറ്റി തിരിച്ച് ഒരു രാജ്യം ഇല്ല. മാപ്പിൽ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. അത് ഉണ്ടാവാൻ സമ്മതിക്കാതിരുന്നത് അറബ് രാജ്യങ്ങളാണ് താനും വന്നത്. അതെ, മാത്രമല്ല ഈ പാലസ്തീൻ വേണം എന്നുള്ള ആവശ്യം ഉയർന്നത് തന്നെ 1967 ശേഷമാണ്. അതിന് മുമ്പ് പാലസ്തീൻ ഇല്ല. വേണമെങ്കിൽ അറബ് രാജ്യങ്ങൾ കൂടിയിട്ട് പാലസ്തീൻ എന്ന് പറഞ്ഞിട്ടൊരു രാജ്യം ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു. അത് നിങ്ങൾ ഇവിടെ താമസിച്ചോ പാലസ്തീനുകൾ, അങ്ങനെ ഒരു ധാരണയിലല്ലേ 20s തൊട്ട് വന്നിരുന്നത്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷവും പാലസ്തീൻ സീരിയസ് ആയ ഒരു ഇഷ്യൂ ആയിരുന്നില്ല. ഈ ഓരോ യുദ്ധം കഴിയുമ്പോഴും ഇസ്രായേൽ വലുതായിക്കൊണ്ടിരുന്നു. അതാണ്, ഇസ്രായേൽ വലുതായി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് പാലസ്തീൻ വേണമെന്ന്. ഇസ്രായേൽ ചെറുതായി 48 വളരെ ചെറിയ, ഒരുപക്ഷെ നമ്മുടെ കണയന്നൂർ താലൂക്കിൻ്റെ വലിപ്പമുള്ള ഒരു രാജ്യമായിരുന്നു ഇസ്രായേൽ. ബാക്കി മുഴുവൻ അറബ് രാജ്യങ്ങളായിരുന്നു. അന്ന് ആർക്കും പാലസ്തീൻ വേണ്ട. അത് കഴിഞ്ഞിട്ട് ഈ ഇസ്രായേൽ ഇത് മുഴുവൻ തിരിച്ചു പിടിച്ചു. യാസർ അറാഫത്ത് ഇതിൻ്റെ നേതൃത്വത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇത് വളരെ ശക്തി പ്രാപിച്ചു പാലസ്തീൻ വാദം. അതിന് മുമ്പ് തന്നെ PFLP എന്ന് പറയുന്ന സംഘടന ഉണ്ടായിരുന്നു. എന്താ പാലസ്തീൻ PLOക്ക് മുമ്പോ? PLOയ്ക്ക് മുമ്പ് PFLP. ആ PFLPയുടെ തലപ്പത്ത് ചാടിക്കേറിയിരിക്കുകയായിരുന്നു യാസർ അറാഫത്ത്. എന്നിട്ട് അതിൻ്റെ പേര് PLO എന്നാക്കി മാറ്റി. കഷ്ടപ്പെട്ട് മുഴുവൻ മാറ്റിയവരാണ്, PFLPക്കാരാണ്. എന്താ പാലസ്തീൻ സംതിങ് ലിബറേഷൻ ഇതുണ്ടായിരുന്നത്. പാലസ്തീൻ ഉണ്ടായിരുന്നു, ലിബറേഷൻ ഉണ്ടായിരുന്നു, PFLP. അതിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം ബലപ്രയോഗത്തോടെ ചാടിക്കേറിയിരുന്ന ആളാണ് യാസർ അറാഫത്ത്. എന്നിട്ട് അതിൻ്റെ പേര് മാറ്റി സ്വന്തം സംഘടനയാക്കി PLO. എന്നിട്ട് യാസർ അറാഫത്താണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇസ്ലാമിക് ടെററിസം എന്നുള്ളൊരു ഏർപ്പാട് കൊണ്ടുവരുന്നത്. അതിന് മുമ്പും ഇസ്ലാമുണ്ട്, ടെററിസമുണ്ട്, സംഗതിയൊക്കെയുണ്ട്. ബട്ട് ഇസ്ലാമിക് ടെററിസം എന്നുള്ള വാക്ക് ലോകത്തിന് സംഭാവന ചെയ്ത് യാസർ അറാഫത്താണ്. ഈ ഇവരുടെ മ്യൂണിക് ഒളിമ്പിക്സിൽ ഇസ്രായേലിൻ്റെ അത്ലറ്റ്സിനെ തട്ടിക്കൊണ്ടുപോവുകയും പിന്നെ കൊന്നുകളയുകയും ആ സമയത്താണ്. അതായിരുന്നു, ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടെററിസ്റ്റ് അറ്റാക്ക്. അതുവരെ ഈ അറ്റാക്ക്, അസാസിനേഷൻ ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നു ലോകത്ത്. ബട്ട് ഒരു മുസ്ലിം ടാഗ് അതിന് കിട്ടിയിരുന്നില്ല. മുസ്ലിങ്ങൾ കൊല്ലാറുണ്ടായിരുന്നു, മുസ്ലിങ്ങൾ ചാവാറും ഉണ്ടായിരുന്നു. അത് വെടികൊണ്ട് ചാവാറുണ്ടായിരുന്നു, ബോംബിട്ട് ചാകാറുണ്ടായിരുന്നു, കുതിരപ്പുറത്ത് വന്ന് കൊല്ലാറുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനെ ഒന്നും തന്നെ മുസ്ലിം ടെററിസം, ഇസ്ലാമിക് ടെററിസം എന്ന് വിളിച്ചിരുന്നു. ആദ്യമായി വിളിച്ചത് അറഫാത്താണോ? ആദ്യമായിട്ട് വിളിപ്പിച്ചത് അറാഫത്താണ്. ഈ ഇൻതിഫാദ ഉൾപ്പെടെയുള്ള മൂവ്മെന്റുകൾ. ഇൻതിഫാദ അതിനുശേഷം ആണ് വരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ കൂടി വന്നാൽ ലോകത്തിൻ്റെ മുമ്പിലുള്ള അജണ്ട ഈ യുദ്ധം അവസാനിപ്പിക്കാനല്ല, സ്വാഭാവികമായിട്ടും വെടിനിർത്താൻ എന്താണ് വഴി? ഇപ്പോൾ വലിയ വിനാശങ്ങൾ അവിടെ ഉണ്ടായി. ഉഗ്രപ്രതികാരവുമായിട്ട് ഇവർ ഈ വംശീയവാദവുമായിട്ട് ലോകം മുഴുവൻ തീർച്ചയായിട്ടും ഇവരുടെ പ്രോക്സി വാറും ഡയറക്റ്റ് വാറും രണ്ടും ഉണ്ടാവാൻ തുടരാനും പടരാനും ഒക്കെ സാധ്യതയുണ്ട്. മാത്രമല്ല യൂറോപ്പിലേക്ക് ഇത് വ്യാപിക്കുന്നതിൻ്റെ ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ റഷ്യ നിലപാടെടുക്കാനും പ്രത്യക്ഷമായിട്ട് വരാനും സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ചൈന സഹായിക്കുന്നുണ്ടോ ഇറാനെ എന്ന് സംശയിക്കുന്നുണ്ട് ന്യായമായിട്ടും. അപ്പോൾ പക്ഷേ അങ്ങനെ ആകുമ്പോൾ, അങ്ങനെ ഒടുവിൽ ഇത് ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ, ഒരു വെടിനിർത്തൽ വന്നാൽ പോലും പലസ്തീൻ ഇഷ്യൂവിന് പരിഹാരം എന്ന ഒരു ചർച്ച പോലും ഇനി വരാനിടയുണ്ടോ? പലസ്തീൻ്റെ ഒരു 2 നേഷൻ ഒരു സൊല്യൂഷനുണ്ടല്ലോ, അത് ഏകദേശം ലോകം മൊത്തം അംഗീകരിച്ചതാണ്. ഇസ്രായേലും അത് അംഗീകരിക്കാൻ വിരോധമൊന്നുമായിട്ടില്ല. അവർക്ക് പേടി എന്താണെന്ന് വെച്ചാൽ ഈ ഹമാസിൻ്റെ സ്വഭാവത്തിലേക്ക് മാറും ഇവരുടെ ബേസിക് സ്വഭാവം മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇവരെ അനുവദിക്കില്ല. അതാണ് ഇസ്രായേലിൻ്റെ നയം. ഇത് ഇറാനും ഇതേ പരിപാടിയാണ്. ഇറാൻ ഇസ്രായേലുമായിട്ട് ശത്രുത എന്താ? ഈ ആദ്യത്തെ ആയത്തുള്ള ഖൊമൈനി വരുന്നത് വരെ ഇറാനും ഇസ്രായേലും സുഹൃത്ത് രാജ്യങ്ങളായിരുന്നു. സൗഹൃദം ഒരു കുഴപ്പമില്ലായിരുന്നു.
അത് ശരി. വലിയ കൂട്ടുകെട്ടായിരുന്നു ഷായുടെ കാലത്ത്. ഷായുടെ കാലത്ത്. അതിനുശേഷം ഈ ഖൊമൈനി വന്നിട്ട് ജൂതന്മാരുടെ രാജ്യം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കും എന്ന് പറഞ്ഞു. അയ്യോ, ഇസ്രായേലിൻ്റെ വയറ്റിൽ ബോംബ് കൂട്ടി, കിടക്കപ്പുറതിയില്ലാതെ. ഈ പരിപാടി കൊണ്ടാണ് അത് എന്തോ ഖുറാൻ വായിച്ച് വ്യാഖ്യാനിച്ചിട്ട് ജൂതന്മാർക്ക് ലോകത്ത് ജീവിക്കാൻ അവകാശമില്ല, അവരെ തുടച്ചു നീക്കണം, ജൂതരാഷ്ട്രം എന്ന് പറഞ്ഞ രാഷ്ട്രം ഉണ്ടാവാൻ പാടില്ല, ആക്സിസ് ഓഫ് ഡെവിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ഇസ്രായേലിൻ്റെ അവർക്കൊരു പാരമ്പര്യം, ജെറൂസലേം, അത് യേശു ക്രിസ്തു, അവരുടെ ഒരുപാട് കഥകളുണ്ടല്ലോ. അതുകൊണ്ട് വൈകാരികമായിട്ട് പറഞ്ഞാൽ സെമിറ്റിക് മതങ്ങളിൽ ആദ്യത്തേതാണ് അത്. 70s എനിക്ക് ഓർമ്മയുണ്ട് അവരുടെ ബോണിയമ്മിൻ്റെ കാസറ്റൊക്കെ ഇറങ്ങി, ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ, ഇപ്പോഴും വളരെ പോപ്പുലറാണ് ആ പാട്ടൊക്കെ. അതുപോലെ മോസസിന്റെ ജന്മഭൂമിയാണല്ലോ ആ അർത്ഥത്തിൽ ആദ്യത്തെ സെമിറ്റിക് മതം എന്നല്ല. അവരും ഇതൊക്കെ അങ്ങ് പുറത്തെടുത്തു, ഞങ്ങൾ വലിയ തറവാട്ടുകാരാണ്, അതാണ് വാദം, അവരും പുറത്തെടുത്തു. പിന്നെ അങ്ങ് തുടങ്ങി. ഒരിക്കൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ വലിയ പാടാണില്ല. യുദ്ധം തുടങ്ങാൻ വളരെ എളുപ്പമാണ്. ഒരു ബോംബെടുത്ത് ഞാൻ സാറിൻ്റെ തലയിലിട്ടാൽ യുദ്ധമായി. പിന്നെ ഇത് നിർത്തുന്നത് എവിടെ വെച്ചാൽ അത് എനിക്കും അറിയില്ല, സാറിനും അറിയില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഞാൻ ഇന്നലത്തേക്ക് ട്രംപിൻ്റെ പത്രസമ്മേളനം അതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് വാസ്തവത്തിൽ ഇപ്പം ഇത് എങ്ങനെയെങ്കിലും നിർത്തണമെന്നുണ്ട്. അതിനുള്ള ഒരു ഓഫ് റാമ്പ് എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് ഇറങ്ങാൻ, ഈ വരമ്പത്തു നിന്ന് താഴത്തേക്ക് ഇറങ്ങാനുള്ള വഴി അവർ നോക്കിക്കൊണ്ടിരിക്കും. കാരണം നഷ്ടം പറ്റുന്നത് അമേരിക്കൻ എണ്ണപ്പാടങ്ങളിലാണ്. സാറ് ശ്രദ്ധിച്ചു, ഇന്നലെ പീറ്റ് ഹെക്സിറ്റ്, അവരുടെ സെക്രട്ടറി ഓഫ് വാർ, സെക്രട്ടറി ഓഫ് ഡിഫൻസ് ആയിരുന്നു പുള്ളി. ട്രംപ് വന്നപ്പോൾ അയാൾ ഡെസിഗ്നേഷൻ മാറ്റി സെക്രട്ടറി ഓഫ് വാർ. കാരണം ട്രംപ് പറഞ്ഞ് എന്ത് ഡിഫൻസാണ്, നമ്മൾ കയറി അടിക്കുന്ന ആൾക്കാരില്ലേ. ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന തടിക, അത് ദുർബലന്മാരുടെ ഓരോ പരിപാടിയാണ് ഡിഫൻസ്. അമേരിക്കയ്ക്ക് ഡിഫൻസ് ഒന്നുമില്ല, വാർ, യുദ്ധമാണ്. അങ്ങനെ അയാളുടെ പേര് മാറ്റി, സെക്രട്ടറി ഓഫ് വാർ പീറ്റ് ഹെക്സിറ്റ്. പീറ്റ് ഹെക്സിറ്റ് ഇന്നലെ സംസാരിക്കുമ്പോൾ ഈ ദൗർബല്യം കാണാമായിരുന്നു അവരുടെ. ഒന്ന്, പീറ്റ് ഹെക്സിറ്റ് പറഞ്ഞു ഇറാനിൽ റെജീം ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞു. ഖമനേയി മരിച്ചു, അടുത്ത ആൾ വന്നില്ലേ, അതാണ് റെജീം ചേഞ്ച്. അപ്പോൾ വെച്ചാൽ ഈ നമ്മൾ ലക്ഷ്യത്തിലേക്ക് വെടിവെക്കുമല്ലോ, അപ്പോൾ ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട്, ആ ഡോട്ടിൽ നമ്മൾ വെടിക്കൊള്ളിക്കണം. അതല്ലെങ്കിൽ വെടി കൊണ്ടു കഴിഞ്ഞിട്ട് അവിടെ ഡോട്ടാക്കി മാറ്റും. അതാണ് ഇപ്പോൾ ചെയ്ത പണിയല്ലേ പീറ്റ് ഹെക്സിറ്റ് ചെയ്തിരിക്കുന്നത്. വെടി വെച്ചിട്ട് അവിടെ വട്ടം വരച്ചു. സത്യമാണ്. ഇവരുടെ റെജീം ചേഞ്ച് അനുസരിച്ച് റിസാ പഹ്ലവി വരണം. അതെ, റിസാ പഹ്ലവിയോ വേറെ ഈ ഷിയ ഇസ്ലാമിക തീവ്രവാദത്തിൽ വിശ്വസിക്കാത്ത ഒരു ഭരണകൂടം, ബദൽ ഭരണം, ജനാധിപത്യം. അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തന്നെ അമേരിക്ക പറയുന്നത് അനുസരിക്കുന്ന ഒരാൾ ജനാധിപത്യം. അതാണ് അവർക്ക് പലവിധ, ലോകത്ത് പലവിധ ജനാധിപത്യങ്ങളുണ്ട്. റഷ്യ പറയുന്നത് കേൾക്കുന്ന ജനാധിപത്യം, ചൈന പറയുന്നത് കേൾക്കുന്ന ജനാധിപത്യമുണ്ട്. എന്തിന് നമുക്കുണ്ട്, ഇന്ത്യ പറയുന്നത് കേൾക്കുന്ന ജനാധിപത്യം നമുക്കുണ്ട്. നമ്മളത് അംഗീകരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് വന്നാലല്ലേ റെജീം ചേഞ്ച് ആവുള്ളൂ. ബട്ട് പീറ്റ് ഹെക്സിറ്റ് ഇന്നലെ പറയുന്നത് റെജീം ചേഞ്ച് വന്നു കഴിഞ്ഞപ്പോൾ ഖമനേയി പോയിട്ട് മറ്റേ ആൾ വന്നില്ലേ, കഴിഞ്ഞില്ലേ, തമാശ അല്ലേ. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈവിട്ടു പോയി ആ സംഭവം. ഇനിയിപ്പോൾ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആർക്കും മുതലാവില്ല. അപ്പോൾ ഇത് നിർത്തണം. നിർത്താനായിട്ട് ഒരു കാരണം തപ്പുന്നു. അപ്പോഴാണ് ട്രംപ് പറഞ്ഞത് അമേരിക്ക ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇറാൻ ആവശ്യപ്പെട്ടു, അതുകൊണ്ട് ഇറാൻ പറഞ്ഞ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നില്ല, താനിത് എവിടുത്തെ തരണോട് ഓടോ എന്ന് അവർ നാണക്കേടാണ്. അത് കഴിഞ്ഞ് ഈ അമേരിക്കയുടെ വിമാനം കുവൈറ്റ് വെടിവെച്ചിട്ടല്ലോ, അതെനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഒരാവശ്യവും ട്രംപിനില്ല. അത് നിർത്തിയത് അങ്ങേരാണെന്ന് ക്ലെയിം ചെയ്ത് ശരി. അത് കഴിഞ്ഞിട്ട് അങ്ങേര് ഇന്ത്യയുടെ 4 വിമാനം വീണു, 6 വിമാനം വീണു, 8 വിമാനം വീണു എന്ന് പറഞ്ഞു ട്രംപ് കണക്ക് പറയുന്നത്. മോദി ഒരു അക്ഷരം വേണ്ടിയില്ല. ഇപ്പോൾ ട്രംപിൻ്റെ F-15 ട്രംപിൻ്റെ സുഹൃത്തായ കുവൈറ്റ് സേന തന്നെ വെടിവെച്ചിട്ട് അതിൻ്റെ വീഡിയോയും എടുത്ത് കവളമടലും തെങ്ങെന്ന് വീഴുന്ന പോലെ ഈ സാധനം താഴെ വീഴുന്നതിൻ്റെ വീഡിയോ
ലോകം മുഴുവൻ പരന്നു. കർമ്മ 4 മാസം മുമ്പാണ് അനാവശ്യമായിട്ട് നമ്മളെ ചൊറിഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞ് എണ്ണം കൂട്ടി കൊണ്ടുപോയി. നമ്മളാകെ 36 റഫാൽ വിമാനമാണ് ഫസ്റ്റ് വാങ്ങിയത്. പിന്നീട് ഇപ്പോൾ ഓർഡർ ചെയ്തല്ലേ ഉള്ളൂ. ഈ ട്രംപ് ഇത് കൂട്ടി 40 50 ആയി. കൂടെയുള്ളവർ പറഞ്ഞ് എൻ്റെ പൊന്നിയേട്ടാ അത്രയും വിമാനം അവർ മേടിച്ചിട്ടില്ല. ഞാനങ്ങ് പറയുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത മനുഷ്യനാണ് ട്രംപ്. സത്യത്തിൽ 2 ഭ്രാന്തന്മാർ ലോകത്തിൻ്റെ ഭാഗതയെ നിർണയിച്ചു വന്നു. ഒരാൾ ഖമനയും മറ്റൊരാൾ ട്രംപ്. 2 പേരും. നെതന്യാഹു ഒരു കാര്യം, അയാളെ ഭ്രാന്തനെന്ന് പറയാൻ പറ്റില്ല. അയാളുടെ ലോജിക്ക് വളരെ ക്ലിയറാണ്. നമുക്ക് അയാളെ വിമർശിക്കാം, പക്ഷേ അയാൾ ചെയ്യുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചു? അയാൾ ക്ലീനായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ ഇറാനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു? പുള്ളി പറഞ്ഞു, നിവൃത്തികേടുകൊണ്ട്. ഞാൻ നശിപ്പിച്ചില്ലെങ്കിൽ അവരെ എന്നെ നശിപ്പിക്കും. എന്നെ കൊല്ലാതിരിക്കാനായിട്ട് സാറിന് ഞാൻ കൊല്ലുള്ളൂ. ഇതാണ് അയാളുടെ ന്യായം. ഇത് ശരിയാണോ എന്നൊക്കെ നമുക്ക് തർക്കിക്കാം, പക്ഷെ ഒരു ന്യായമുണ്ട്. അല്ല, വാസ്തവമാണ്. പറയുന്നതിൽ വാസ്തവമുണ്ട്. ചരിത്രം തെളിയിച്ചു കഴിഞ്ഞാൽ ട്രംപിന് ഇതൊന്നുമില്ല. രാവിലെ ഒന്ന് പറയും, ഉച്ചയ്ക്കൊന്ന് പറയും, വേർന്നു. ഖമനയാണെങ്കിൽ എല്ലാം ഷിയ ഇസ്ലാമിൻ്റെ കണ്ണിലൂടെ, ഒരു വിശാലാർത്ഥത്തിൽ ഇസ്ലാം പോലും അല്ല, അതിനകത്ത് ഷിയ. ഞാനാണ് അതിൻ്റെ തമ്പുരാൻ. ഇപ്പോൾ ഇന്ത്യയിൽ കിടന്ന് ഈ ഷിയ മുസ്ലിങ്ങൾ ബഹളം നിൽക്കും. സാറ് ആലോചിച്ചു, ഖമനെ എന്താ ഇവരുടെ ആത്മീയ നേതാവ്? എപ്പോൾ? അങ്ങേര് സ്വയം കയറിയിരുന്നു. ആയത്തുള്ള ഖൊമേനി കയറിയിരുന്നു, പിന്നെ തുടർന്ന് അലി ഖമേനി. എന്നിട്ട് ലോക ഷിയാക്കളുടെ മുഴുവൻ നേതാവാണ് ഞാനാണെന്ന് അയാൾ പ്രഖ്യാപിച്ചു. ആ സ്ലീപ്പിംഗ് സെല്ല് ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ അർത്ഥം. ഒരു അവസരം വന്നപ്പോൾ പുറത്തെടുത്തു. കൃത്യമാണത്. അത് ഒരു എന്തിൻ്റെ പേരിലായാലും ലോകത്തിൽ ഈ പറഞ്ഞ ആക്സിസ് ഓഫ് ഈവിൾ എന്നൊക്കെ പറഞ്ഞിട്ട് യുദ്ധം ചെയ്യാൻ പോകുന്ന യുദ്ധോത്സുകരായ ഒരു ഇസ്ലാം ഉണ്ടല്ലോ, അതിൻ്റെ വക്താക്കളുടെ മനസ്സാണ് ഈ പുറത്തു വരുന്നത്. സമാധാനപ്രേമം അല്ല അത്. ഇവിടെ സമാധാനത്തോടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കണം എന്നും അല്ല അതിൻ്റെ ആഗ്രഹം. സമാധാനക്കേട് ആഗ്രഹിക്കുന്നവരാണ്. അല്ല, ഈ പറഞ്ഞ ഖമനി ചെയ്തത് എന്താ? നമ്മൾ 2019 ഇത് ചെയ്തു. കാശ്മീരിലെ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞു. ഖമനിക്ക് ഇഷ്ടപ്പെട്ടു. ഖമനി ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞ് ബഹളം തുടങ്ങി. എക്സിൽ, അന്ന് ട്വിറ്ററിൽ എഴുതി. പിന്നെ 2020 ഡൽഹി കലാപം നടക്കുമ്പോൾ അന്നും ഖമനി പറഞ്ഞു ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞ് വലിയ ക്യാമ്പയിൻ ഈ എക്സിലൊക്കെ നടത്തി. അപ്പം ഖമനി പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ദൈവമായത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹി വാസ് നോട്ട് ദാറ്റ് ഫ്രണ്ട്ലി വിത്ത് ഇന്ത്യ. പിന്നെ വഴക്കില്ലായിരുന്നു എന്നേ ഉള്ളൂ. ബട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾക്ക് ഇന്ത്യയോട് താല്പര്യമുണ്ട്. ഇതേ സാധനം സ്ലീപ്പിംഗ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു, ആ ഇന്ത്യ വിരോധം. എന്തായാലും നമ്മൾ എല്ലാ കാലത്തും സമാധാനത്തിൻ്റെ പക്ഷത്താണ്. നമ്മൾ ഇസ്രായേലിനോടും പറഞ്ഞത്, ഇസ്രായേലിനോടും ഇതേപോലെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോലും മോദി പോയി വളരെ സൗഹാർദ്ദത്തിൽ ഇടപെടുകയും അപ്പോഴും യുദ്ധത്തിന് അനുകൂലം അല്ലാത്തൊരു നിലപാട്, സമാധാനത്തിൻ്റെ പക്ഷത്ത് നിൽക്കുകയും ചെയ്തൊരവസ്ഥയാണ്. എന്തായാലും ഒരു കാര്യം തീർച്ചയായിരിക്കുന്നു, ഇപ്പോൾ ഈ നമ്മൾ സമാധാനത്തിൻ്റെ പക്ഷത്തൊന്നും അല്ല. ഉള്ള സത്യം ഞാൻ പറയാം. അതൊക്കെ വെറുതെ ഡയലോഗാണ്. അല്ല, യുദ്ധമല്ല, ബുദ്ധനാണ് വേണ്ടത്. എവിടെ? യുക്രൈനിൽ വെച്ച് മോദി പറഞ്ഞു. ആ മോദി 3 മാസത്തിനകം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ അടിച്ച് പണ്ടാറായി പാകിസ്ഥാൻ. അപ്പോൾ ഇതല്ലായിരുന്നു. അപ്പോൾ ബുദ്ധനില്ല. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ബുദ്ധനെ ഭരണത്ത് വയ്ക്കും, എന്നിട്ട് അടിക്കും. വല്ലവരും തമ്മിൽ അടിച്ചു കഴിയുമ്പോൾ നമ്മൾ ബുദ്ധനെ ഭരണത്ത് നിർത്തിട്ട് കാണിക്കും. ഇത് നമ്മൾ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളും ഇങ്ങനെയാണ്. എല്ലാ രാജ്യങ്ങൾക്കും അവനവൻ്റെ താല്പര്യമാണ് വലുത്. ഇപ്പോൾ മോദി UAE വിളിച്ചു, സൗദി അറേബ്യയെ വിളിച്ചു, ഒമാനെ വിളിച്ചു, ഖത്തറിനെ വിളിച്ചു. ഇവരൊക്കെ വിളിച്ച് സംസാരിച്ചു ഫോണിൽ. എന്തുകൊണ്ടാണ്? അവരോടങ്ങ് സ്നേഹം കൂടിയിട്ട്. ഇതൊന്നുമല്ല, നമ്മുടെ ആൾക്കാർ ലക്ഷക്കണക്കിന് അവിടെ കിടക്കുന്നു. അതുകൊണ്ട് മാത്രമാണ്. അതിനൊരു ഗ്യാരണ്ടി എൻ്റെ ആൾക്കാർ. നമുക്ക് അങ്ങനെ ഒരു സമാധാന പക്ഷമൊന്നുമില്ല, സാധ്യമല്ല സാർ. ലോകത്ത് മര്യാദക്കാരുടെ അല്ല ലോകം തെമ്മാടികളുടെയാണ്. അതുകൊണ്ട് ആ തെമ്മാടികളുടെ നടുക്ക് നിന്ന് പഴയണമെങ്കിൽ നമ്മൾ
ചിലപ്പോൾ യുദ്ധം, ചിലപ്പോൾ സമാധാനം, തോന്നും പോലെ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ്. ലോക ചരിത്രം സാർത്ഥം. ശക്തന്മാർ തമ്മിൽ അടിച്ചതാണ് ചരിത്രം. ദുർബലനും കെട്ടിപ്പിടിച്ച് കരഞ്ഞ ചരിത്രമില്ല. അത് കരഞ്ഞിട്ടുണ്ടാവാം, അതൊന്നും ചരിത്രത്തിലില്ല. ചരിത്രത്തിൽ വീരന്മാരുടെ തമ്മിലേ ഉള്ളൂ ചരിത്രം. അതിനകത്ത് ജാതിയുണ്ട്, കുത്തിത്തിരിപ്പുണ്ട്. സാറ് ഒന്നും വേണ്ട, പഞ്ചതന്ത്രം സാർ എടുത്തു നോക്ക്. അതിനകത്തെ ആദ്യത്തെ തന്ത്രം എന്താണ്? രാജാക്കന്മാർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പുസ്തകമാണത്. രാജകുമാരന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കഥകൾ. ഫലത്തിൽ സ്റ്റേറ്റ്സ് ക്രാഫ്റ്റ് ആണ് അതിൻ്റെ വിഷയം. അതിലാദ്യത്തെ വിഷയം മിത്രഭേദം ആണ്. സുഹൃത്തുക്കളെ തെറ്റിക്കുന്നത് എങ്ങനെ? ഇതാണ് പഞ്ചതന്ത്രത്തിലെ ആദ്യത്തെ കഥ. സാർ ഇപ്പോഴും മിത്രഭേദം. നമ്മുടെ സംസ്കാരത്തിൽ തന്നെ സമാധാനമല്ല ഉള്ളത്, ഈ കലഹവും. നമ്മുടെ സംസ്കാരം വേറെ, ഈ ഒരു ഭരണാധികാരി നിർവഹിക്കേണ്ട കടമകൾ വേറെ. നമുക്കിപ്പോൾ ചൈന നമ്മുടെ ഒരു അത്ര ലൈവ് ഒന്നും അല്ലെങ്കിൽ ശത്രുരാജ്യമാണല്ലോ. ചൈനയും റഷ്യയും തമ്മിൽ വലിയ ശത്രുതയിലാണെന്ന് വെച്ചോ. നമ്മളെ ചൈന ഉപദ്രവിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? റഷ്യയും ചൈനയുമായിട്ട് വഴക്കുണ്ടാക്കിക്കുക, പരമാവധി മിത്രഭേദം ഉണ്ടാക്കുക. അപ്പോൾ ഇയാളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും, നമുക്ക് സമാധാനമായിട്ട് കഴിയും. ഇതാണ് മിത്രഭേദം. അതുകൊണ്ടാണ് നമ്മളുടെ പോളിസി ഈ അടുത്ത കാലത്തായിട്ട് ചാണക്യൻ്റെ തന്ത്രങ്ങളിലേക്ക് പോകുന്നു. ചാണക്യനാണ് സക്സസ്ഫുള്ളായിട്ട് ഈ പോളിസി നടപ്പിലാക്കിയിട്ട് നന്ദരാജവംശത്തെ മറ്റും നിലനിർത്തി. അങ്ങനെ ചാണക്യൻ കൊണ്ടുപോയി. അതായത് ഒരു രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ രാഷ്ട്രത്തിലെ ജനങ്ങൾ ഇൻഡിവിജ്വലി ഞാനും സാറും ഒക്കെ സത്യസന്ധരായിരിക്കണം. ബട്ട് ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നമ്മൾ വലിയ സത്യസന്ധന്മാരായി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കയറി നമുക്ക് കൊന്നുകളയും, മെയിൻ നമ്മുടെ സ്വത്ത് തട്ടിക്കൊണ്ട് പോകും. ഇതൊക്കെ നമുക്ക് സംഭവിച്ചു ചരിത്രത്തിൽ. എത്ര പേര് നമ്മളെ ആക്രമിക്കാത്ത പല ജനവും. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുമ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് വിചാരിക്കും. വാസ്തവത്തിൽ അവരല്ലല്ലോ. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായിരുന്നു, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് കടവിറങ്ങാത്ത ഒരു സായിപ്പും ഇല്ല. എല്ലാവരും വന്നു കഴിഞ്ഞു. നമ്മൾ വലിയ സത്യസന്ധന്മാരായിരുന്നു, സംസ്കാര സമ്പന്നന്മാരായിരുന്നു. എന്ത് സംഭവിച്ചു? യുദ്ധതന്ത്രം അറിയില്ലായിരുന്നു. അപ്പോൾ രാജ്യതന്ത്രം ടി ജി പറഞ്ഞു വരുന്നത് നമുക്ക് അവസാനിപ്പിച്ചാൽ, രാജ്യതന്ത്രം എന്ന് പറയുന്നത് യുദ്ധതന്ത്രം തന്നെയാണ്. അത് ശാന്തി മന്ത്രമല്ല.